ലോകപ്രശസ്തമായ ഒരു ക്ലാസിക്കാണ് പ്രശസ്തനായ എഴുത്തുകാരൻ ജോൺ ബെനിൻ എഴുതിയതായിട്ടുള്ള പരദേശി മോക്ഷയാത്ര. ലോക ചരിത്രത്തിൽ ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകമാണ് പരദേശി മോക്ഷയാത്ര. ബൈബിൾ പോലെ തന്നെ വിശ്വാസ സമൂഹം അവിടെ നെഞ്ചിലേറ്റിയ ഒരു പുസ്തകമാണ് ഈ പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന പുസ്തകം. ബൈബിളിനെ ആധാരമാക്കി വളരെ ആലങ്കാരികമായി എഴുതിയപ്പെട്ട ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ലാസിക്കുകളിൽ ഒന്നായിട്ടാണ് ഈ പുസ്തകത്തെ വിലയിരുത്തപ്പെടുന്നത്. ഈ പരദേശി മോക്ഷയാത്രയിലെ കഥാപാത്രങ്ങളായ ക്രിസ്ത്യാനിയും ആശയുള്ളവനും മോക്ഷപുരിയിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ അവർ യാത്ര ചെയ്ത് മൈലുകൾ സഞ്ചരിച്ച് ഒരു സായാഹ്ന വേളയിൽ മനോഹരമായൊരു തോട്ടത്തിലേക്ക് അവർ പ്രവേശിച്ചു. ആ തോട്ടത്തിൻ്റെ സുഖശീതളമായ ഛായയിൽ പകലത്തെ യാത്രയുടെ ക്ഷീണം അവരെ അസ്വസ്ഥമാക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ അവർ വളരെ വേഗം സുഷുപ്തിയിലേക്ക് വീണു. മണിക്കൂറുകൾ പിന്നിട്ടു. നേരം പരപരാ വെളുത്തപ്പോൾ പ്രഭാതത്തിൽ ആ തോട്ടത്തിൻ്റെ ഉടയവനായ ഈ പരദേശി മോക്ഷയാത്രയിലെ മറ്റൊരു കഥാപാത്രം, ഒരു മല്ലനായി വിശേഷിക്കപ്പെടുന്ന ഭയാജ്ഞൻ, അദ്ദേഹം തൻ്റെ തോട്ടത്തിലേക്ക് വന്നു. തൻ്റെ തോട്ടത്തിൽ ആരോ അതിക്രമിച്ച് കയറിയിരിക്കുന്നുള്ള ചിന്തയിൽ ഈ മനുഷ്യൻ ഇവരെ പിടിച്ച് തൻ്റെ സംശയ കോട്ടയിൽ അടച്ചു. ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത നിലയിൽ, അത്തരത്തിൽ അസാധ്യമായ നിലയിൽ ക്രിസ്ത്യാനിയും ഈ ആശയുള്ളവരും ഈ സംശയ കോട്ടയിലെ തടവറയ്ക്കുള്ളിൽ അവർ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവർ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിന് നടുവിൽ അന്ന് സായാഹ്ന വേളയിൽ ഈ ഭയാജ്ഞൻ എന്ന് പറയുന്ന മല്ലൻ അവിടേക്ക് കടന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ കോട്ടയിൽ നിന്നും പുറത്ത് കടക്കുക എന്നത് ഒരിക്കലും സാധ്യമല്ല. അത് അസാധ്യമായ ഒരു സംഗതിയാണ്. ഒന്നുകിൽ വിഷമടിച്ചോ കെട്ടിത്തൂങ്ങി ചത്തോ ഈ തടവറയ്ക്കുള്ളിൽ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള നിമിഷം ഈ ഭയാജ്ഞൻ തങ്ങളെ ഈ തടവറയ്ക്കുള്ളിൽ വകവരുത്തുമുള്ള വലിയ ഭീതിയോടെ ക്രിസ്ത്യാനിയും ആശയുള്ളവനും ആയിരിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളുടെ നടുവിൽ രക്ഷപ്പെടുവാൻ ഒരു സാധ്യതകളില്ലാതെ അവർ വഴിമുട്ടി ഗതിമുട്ടി ഈ തടവറയ്ക്കുള്ളിൽ തങ്ങളുടെ ആയുസ് അവസാനിക്കുമെന്നുള്ള വിചാര വിവശതയോടെ അവർ ആയിരിക്കുന്നതായിട്ടുള്ള വേള. അന്നൊരു ബുധനാഴ്ചയാണ്. വൈകുന്നേരം വരെ അവർ ആ തടവറയ്ക്കുള്ളിൽ തളർന്ന് മയങ്ങുകയാണ്. ബുധനാഴ്ച ഏകദേശം അർദ്ധരാത്രിയോടടുക്കുന്നതായ സമയം അവർ അവരുടെ അവസാന ആശ്രയമായ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചു. അവർ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. വിടുതലിന്റെ ഒരു സാധ്യതകളും തങ്ങളുടെ മുമ്പിൽ ഇല്ലാതെ എല്ലാ വഴികളും തങ്ങളുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ അവർ പ്രാർത്ഥിക്കുവാനായി ആരംഭിച്ചു. നേരം പ്രഭാതമാകുന്നിടം വരെ അവർ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ പ്രാർത്ഥന അവസാനിപ്പിച്ച് അവർ ആയിരിക്കുമ്പോൾ അറിയാതെ ഈ ക്രിസ്ത്യാനി തൻ്റെ കീശയിൽ ഒന്ന് പരുതി. അപ്പോൾ ആ കീശയിൽ നിന്നും ഒരു താക്കോൽ തൻ്റെ കയ്യിൽ ലഭിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്നേഹിത, ആശയുള്ളവനോട് പറയുക, സ്നേഹിത, എൻ്റെ കയ്യിൽ ഒരു താക്കോൽ ലഭ്യമായിരിക്കുകയാണ്. ഇത് വാഗ്ദത്തത്തിന്റെ താക്കോലാണ്. നമ്മുടെ മുമ്പിൽ അടയപ്പെട്ട ഏത് വാതിലും തുറക്കാൻ ഈ താക്കോൽ പര്യാപ്തമാണ്. അത് ക്രിസ്ത്യാനി ആശയുള്ളവനോട് പങ്കുവെക്കുകയാണ്.
ആശയുള്ളവൻ തൻ്റെ സ്നേഹിതനായ ക്രിസ്ത്യാനിയുടെ കയ്യിൽ നിന്നും ഈ താക്കോൽ വാങ്ങി ആദ്യം ആ തടവറയുടെ പ്രധാന വാതിലിൻ്റെ താഴിൽ ആ പൂട്ടിൽ ഈ താക്കോലിട്ടു. ആയാസരഹിതമായ നിലയിൽ ആ പൂട്ട് തുറക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഈ സിയോൻ കോട്ടയുടെ മറ്റൊരു വാതിൽ, മുറ്റത്തേക്കുള്ള വാതിൽ അദ്ദേഹം ഈ താക്കോൽ വെച്ച് തുറന്നു. പിന്നെയും മറ്റൊരു ഇരുമ്പ് വാതിലുണ്ട്. ആ ഇരുമ്പ് വാതിലും വളരെ സുഖകരമായ നിലയിൽ തുറന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ഇരുമ്പ് വാതിൽ തുറന്നപ്പോൾ ഉയർന്നതായിട്ടുള്ള ശബ്ദം ഈ ഭയാഗ്നനെ ഉണർത്തി. അദ്ദേഹം ഇവരെ പിടിക്കുവാൻ ഓടി വരുമ്പോൾ ആ ഭയാഗ്നന്റെ കാലുകൾ അവിടെ തളർന്ന് വീഴുകയാണവൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പകൽക്കാലം ജീവിതത്തിൻ്റെ മുമ്പിൽ എല്ലാ സാധ്യതകളും അവസാനിച്ച് ഇനിയൊരു വിടുതലില്ല, ഇനിയൊരു സൗഖ്യമില്ല, ഇനിയൊരു ജയമില്ല, ഇനിയൊരു സാധ്യതയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരവിവശരായി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ഏതൊരു വിശ്വാസിയുടെ കരങ്ങളിലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വാഗ്ദത്തത്തിന്റെ താക്കോലുണ്ട്. Praise the Lord. Hallelujah. ഇന്ന് ഈ പകൽക്കാലം ആ വാഗ്ദാനത്തിന്റെ താക്കോൽ നിന്റെ മുമ്പിലുള്ള ഏതടഞ്ഞ വാതിലും തുറക്കാൻ, നിന്റെ തലമുറയുടെ ഭാവിക്ക് മുമ്പിൽ അടയപ്പെട്ട വാതിൽ, ഓ ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിന്റെ ഭാവിക്ക് മുമ്പിൽ അടയപ്പെട്ട വാതിൽ, ഓ ശത്രു ശക്തികൾ നിനക്ക് ചുറ്റും വാടകൂരി ഇനി നീ പുറത്തു വലിയില്ലെന്ന് പറഞ്ഞ് നിന്നെ അകത്തളങ്ങളിലാക്കിയിരിക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ നിന്നെ പുറത്തു വരുത്തുവാൻ, പുറത്തു കൊണ്ടുവരുവാൻ കരുത്തുറ്റൊരു താക്കോൽ നിന്റെ കയ്യിലുണ്ട്. ഇന്ന് പകൽക്കാലം അത് നീ തപ്പിയെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെയും അവർ മോക്ഷപുരിയിലേക്കുള്ള യാത്ര തുടർന്നു. Praise the Lord. ഹല്ലേലൂയ. രാജവീതിയിലൂടെ മല്ലനായ ഭയാക്തനെ അതിജീവിച്ച് അവർ മോക്ഷവീതിയിലേക്ക് ചുവടുകൾ വെക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, വിശുദ്ധ വേദത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെയാ പറയുക: നിങ്ങളുടെ മഹാപ്രതിഫലം സംബന്ധിച്ച് നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. അവിടെ കൃത്യമായി പറയുകയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവെന്നും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. ദൈവ വാഗ്ദത്തങ്ങളെല്ലാം ഊവെന്നും ആമീനും തന്നെയാണ്. വാഗ്ദാനത്തിന്റെ താക്കോൽ, പ്രൈസ് ദി ലോർഡ്, അതിന്ന് തപ്പിയെടുക്കണം. നിന്റെ മുമ്പിൽ അസാധ്യമായെന്നൊന്ന് പിന്നെയില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നിനും നിന്നെ തടയുവാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. നീ പ്രാപിക്കേണ്ട അനുഗ്രഹം നീ പ്രാപിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാം. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, നീ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഇന്ന് പകൽക്കാലം സംശയക്കോട്ടയിൽ അകപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ വാഗ്ദാനമെന്ന താക്കോൽ, വാഗ്ദത്തത്തിന്റെ താക്കോൽ കൊണ്ട് ദൈവം നിന്നെ പുറത്തു വരുത്താൻ പോകുകയാണ്. വാഗ്ദത്തം നിന്റെ മുമ്പിൽ വഴി തുറക്കുന്നതാണ്. ചെങ്കടലിനെ വിഭാഗിക്കുന്നതാണ്. വാഗ്ദത്തമുള്ളവന്റെ കയ്യിൽ ഒരു പലക കഷ്ണം മതി, നീ ശുഭതീരത്തെത്തും. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലല്ലോ, എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമില്ലല്ലോ,
എൻ്റെ മുമ്പിൽ സാധ്യതയുടെ വഴികൾ കാണുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്നവരെ, ഇന്ന് വാഗ്ദത്തത്തിൻ്റെ താക്കോലെടുത്ത് നമുക്ക് ഈ പുട്ടുകളെ തുറക്കാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നീ പുറത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നീ വിടുവിക്കപ്പെടും, നീ ആമേൻ അനുഗ്രഹിക്കപ്പെടും, നീ മാനിക്കപ്പെടും.